ഹായ്, അനന്തരാജ് അജയ് സംവിധാനം ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആ ഷോർട്ട് ഫിലിമിന്റെ പേര് ഗ്രാനി. ഈ ഒരു ഷോർട്ട് ഫിലിം ഞാൻ കാണാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ലൈവിൽ പോകുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് ആൾക്കാർ സജസ്റ്റ് ചെയ്തതാണ്. നിനക്ക് ഹൊറർ സീരീസ് ഇഷ്ടമാണോ എങ്കിൽ നീ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ് ഗ്രാനി എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, ഞാൻ കണ്ടു നോക്കട്ടെ. അവർ ഇങ്ങനെ ഇത്രയും കാര്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ ഒരു ഷോർട്ട് ഫിലിമിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര മിനിറ്റ് ഉണ്ട് ആ ഒരു ഷോർട്ട് ഫിലിം ചോദിച്ചപ്പോൾ 40 മിനിറ്റോളമാണ്. 40 മിനിറ്റ്, കുഴപ്പമില്ല, 40 മിനിറ്റ് അല്ലേ, കണ്ടു നോക്കാം, ഷോർട്ട് ഫിലിം അല്ലേ. ഞാൻ കുറെ ഷോർട്ട് ഫിലിം ഒക്കെ കണ്ടിട്ടുണ്ട് ഇതേപോലെ ഹൊററിന്റെ. പക്ഷെ പലതും കുറച്ചുകൊണ്ട് കഴിയുമ്പോൾ ഒരുമാതിരി കോമഡി രൂപത്തിലൊക്കെ ആക്കിയിട്ട് ആകെ എന്താ പറയാ വൃത്തികേടാക്കാറുള്ള കുറെ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ സാധനം കണ്ടപ്പോ എന്റെ പൊന്നോ, ഗ്രാനി അമ്മൂമ്മ ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും നമ്മളെ 40 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇരുത്തുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ ഈ ഒരു ഗ്രാനി എന്ന് പറഞ്ഞ ഈ ഷോർട്ട് ഫിലിം. നമ്മുടെ അനന്തരാമൻ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും പിന്നെ അതിന്റെ വിഷ്വൽസ് ആണെങ്കിലും, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവര് പറഞ്ഞപ്പോൾ ഞാൻ അത്രയും കാര്യമൊക്കെ എടുത്തിട്ടില്ല. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിക്കും സജസ്റ്റ് ചെയ്തിട്ട് കാണാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ് ഗ്രാനി എന്ന് പറയുന്നത്. അതിൽ ഗ്രാനിയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ KPS ലീലയാണ്. അതിന് കൂടെ അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ ശിവരാജ്. ഇവർ രണ്ടുപേരും എന്താ പറയാ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് നമ്മൾ ഒരു 2.5 മണിക്കൂർ ഒരുപാട് സിനിമകൾ കാണാറുണ്ട്, അത് തമിഴും ഇംഗ്ലീഷും മലയാളം. അപ്പൊ നമുക്ക് ഈ 2.5 മണിക്കൂർ കാണുന്ന സിനിമയിൽ പലതും നമുക്ക് ബോറടിക്കാറാണ് പതിവ്. കാരണം കുറെ കോമഡി ഒക്കെ കേട്ടി, കുറെ പാട്ടൊക്കെ കേട്ടിട്ട് നല്ലൊരു സീന് വന്ന് പിന്നെ കുറെ ക്ലേശ സീനുകളൊക്കെ വന്നിട്ട് നമ്മളെ ചില വെറുപ്പിക്കുന്ന കുറെ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാല് ആ ഒരു സിനിമ ഒക്കെ എടുത്തോട് ശരിക്കും ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഇതുപോലെ എടുക്കാൻ ശ്രമിക്കണം. എനിക്ക് ഞാൻ പറഞ്ഞിട്ടെ, ഞാനിത് ഈ ഒരു ഷോർട്ട് ഫിലിം കാണുന്നത് ഇന്നലെ നൈറ്റാണ്. ഹെഡ്ഫോണൊക്കെ വെച്ചിട്ടിരുന്ന് കാണാൻ പറഞ്ഞോട്. ഹെഡ്ഫോണൊക്കെ വെച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾക്ക് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടിക്കാനേ തോന്നില്ല. ഇനി നെക്സ്റ്റ് മൂവ്മെന്റ് എന്താണ്, നെക്സ്റ്റ് എന്താണ്, ഇനി അത് വരുമോ ഇത് വരുമോ, അല്ലെങ്കിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 40 മിനിറ്റ് പോയത് അറിഞ്ഞില്ല. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ് കേട്ടോ. ഞാനും ഒരുപാട് ആൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഷോർട്ട് ഫിലിം. അതായത് ഹൊറർ സീരീസ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് ഗ്രാനി. എനിക്ക് ചില സീനുകളൊക്കെ ഞാനിങ്ങനെ നെഞ്ചിലിങ്ങനെ ഒരു ചെറിയൊരു ഇടിപ്പൊക്കെ വരില്ല. കാരണം നല്ലൊരു ഹെഡ്ഫോണൊക്കെ ഉണ്ടെങ്കിൽ രസമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഹൊറർ മൂവീസ് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാനിത് ശരിക്കും ഇരുന്ന് കണ്ടപ്പോൾ നമ്മളെ ഹെഡ്ഫോണിൽ ഒരു ചെറിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ വരും. ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും. നമ്മൾ ശരിക്കും ആ ഒരു കഥാപാത്രത്തിന്റെ കൂടെ ഇങ്ങനെ പോകും. എന്താണ് ഗ്രാനി അമ്മൂമ്മ ഇനി ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള കുറെ സീനുകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പക്ഷെ നമുക്കത് ആ ഒരു സീൻ കഴിയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കോമഡി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രേതത്തിന്റെ ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ നമ്മളിങ്ങനെ പെട്ടെന്ന് വന്നിട്ട് പേടിപ്പിച്ചിട്ട് പോകുന്ന പോലത്തെ സാധനങ്ങൾ അങ്ങനൊന്നുമല്ല. ശരിക്കും നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, എനിക്കത് പറയുമ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ പറയാൻ പാടില്ല, അതുകൊണ്ട് നമുക്ക് ഒരു സീന് കാണുമ്പോൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ്. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് സിനിമകളും അതേപോലെ കുറെ ഷോർട്ട് ഫിലിമുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വെറൈറ്റി, ശരിക്കും നമ്മുടെ ഡയറക്ഷൻ പൊളി എന്ന് പറയുന്നത് അത്ര തന്നെ പറയേണ്ടി വരും. ഇതിലൊരു കഥ, ശരിക്കും കഥയിലൂടെ ഒരു കഥ വരുന്നുണ്ട്, അതിനൊരു ബെസ്റ്റ് അടിപൊളി ഒരു ട്വിസ്റ്റും ഉണ്ട്. എന്താ പറയണ്ടേ, ഞാൻ ശരിക്കും ഒരു 40 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കോമഡിയിലൊക്കെ കുത്തി നിറക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും തന്നെ വിചാരിച്ചത്. സത്യം പറയാം കേട്ടോ, സജസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇതിന് മാത്രം ഷോർട്ട് ഫിലിം എന്താ വരാനുള്ളത്. കാരണം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചാണ്, കാരണം ഞാൻ കണ്ടു ഒരുപാട് സാധനങ്ങൾ ഞാൻ അതുപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കോമഡി ഒക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇത് കോമഡി എന്ന് പറയാനൊന്നും പറ്റുന്നില്ല. ശരിക്കും രാത്രിയിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ടൊക്കെ ഇത് കാണണമെങ്കിൽ ഉണ്ടല്ലോ, നല്ലൊരു ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് കാണണം കേട്ടോ. എന്നാലാണ് ശരിക്കും ആ ഒരു ഫീൽ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നല്ല ടിവിയിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ടൊക്കെ വെച്ചിരുന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അതിന്റെ ഒരു ഫീല് കിട്ടും. ആ ഓരോ സീന് വരുന്നത്, ഓരോ മൂവ്മെന്റ് വരുന്നത്, അതായത് ഈ അമ്മൂമ്മ ഓരോ ഭാഗത്തൂടെ പോകുന്ന സീനുകൾ, അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള മറ്റേ ആ പയ്യൻ, എന്താ പറയാ നമ്മുടെ ഒരു നിഗൂഢത, അതാണ് അടുത്തത് എന്ത്, ഇനിയിപ്പോ എന്ത് സംഭവിക്കും, ഇനി അവൻ അത് അങ്ങനെ ആവുമോ, അല്ലെങ്കിൽ അമ്മൂമ്മ ഇങ്ങനെ ആവുമോ എന്നുള്ള രീതിയിലൂടെ ശരിക്കും പറഞ്ഞാലും നമ്മളെ 40 മിനിറ്റ് ഞാൻ സത്യം പറഞ്ഞത് ചില ഭാഗങ്ങളൊക്കെ ശ്വാസം പിടിച്ച് നിന്ന് പോയിട്ടുണ്ട്. എന്തായിരിക്കും
ഇനി ആ പോകുന്ന സീക്വൻസിൽ എന്തെങ്കിലും വന്നിട്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞെട്ടിക്കോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരുന്ന കുറേ സീനുകൾ ഈ സിനിമ അല്ല സോറി ഈ ഷോർട്ട് ഫിലിമിലുണ്ട്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തായാലും കാണാത്തുണ്ടെങ്കിൽ യൂട്യൂബിൽ ഈ സാധനം കിടപ്പുണ്ട്. ഗ്രാനി 2026 ഷോർട്ട് ഫിലിം നിങ്ങൾ ഷുവറായിട്ട് കാണണം. കണ്ടവരുണ്ടെങ്കിൽ അപ്പോൾ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട്, അടുത്ത സിനിമയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ഇതുപോലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.